ഇതുപോലത്തെ ലൂഫയൊക്കെ വെച്ച് തേച്ചൊരച്ച് കുളിക്കാൻ ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ? ചിലർക്കൊക്കെ അങ്ങനെ കുളിച്ചാലായിരിക്കും തൃപ്തി വരത്തുള്ളൂ അല്ലേ. എങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു സാധനം ഉണ്ടാക്കി തരട്ടെ. അതായത് നമ്മൾ സോപ്പ് ഇതുമ്മ തേച്ചിട്ടാണല്ലോ കുളിക്കുന്നത്, പക്ഷെ നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ചിട്ട് ഒരു സാധനത്തിൽ ഒറ്റ സാധനത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അതെന്ന് വെച്ചാൽ ഞാനൊരു സോപ്പാണ് ഉണ്ടാക്കുന്നത്, ലൂഫ സോപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാൽ അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ സോപ്പ് ബേസ് വേണം. പിന്നെ ഞാൻ അലോവേരയാണ് കേട്ടോ എടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഏത് ഫ്രൂട്ട്സോ മറ്റേ നമ്മളെ പപ്പായൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ച് ഉണ്ടാക്കാം. പിന്നെ വിറ്റാമിൻ ഇ ഗുളിക ഉണ്ടല്ലോ ലിവിയോണ്ട്, അത് ഒരെണ്ണം എടുക്കണം. പിന്നെ നമുക്ക് ഇതുമാറ്റത്തെ ലൂഫ, നമുക്ക് ഇതിനെന്താ പറയുന്നത്, പീച്ചിങ് അങ്ങനത്തെ സാധനം വേണം. പിന്നെ നമുക്ക് വേണ്ടത് സോപ്പിൻ്റെ മോൾഡ്, പിന്നെ എസെൻസ് ആണ്. അതായത് എസെൻസ് എന്ന് പറഞ്ഞാൽ മണത്തിൻ്റെ സ്മെല്ലിൻ്റെ ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. ഇതൊക്കെ ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇതില്ലാതെ ഉണ്ടാക്കുക. ഇപ്പോൾ സോപ്പ് ബേസ് തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് പിയേഴ്സിൻ്റെ സോപ്പ് കിട്ടുമല്ലോ, നമ്മുടെ ഗ്ലിസറിൻ ബേസ് വേണം, അത് വെച്ചിട്ടും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. എന്നിട്ട് ഞാൻ അലോവേരയുടെ ഒരു ലീഫാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇത് അലോവേര നമ്മൾ മുറിച്ചെടുക്കുന്ന സമയത്ത് ഒരു യെല്ലോ ലിക്വിഡ് വരും, അത് കളഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ എടുക്കാനായിട്ട്. അതല്ല യെല്ലോ ലിക്വിഡും കൂടെ ചിലവർക്ക് അത് അലർജി ഉണ്ടാക്കാറുണ്ട്, ചൊറിച്ചിലൊക്കെ വരും. ഇപ്പോൾ നമ്മൾ മേത്തൊക്കെ തേക്കുന്നതാണല്ലോ, അപ്പോൾ നമുക്ക് ചിലപ്പോൾ ചൊറിച്ചിൽ വരെ സാധ്യതയുണ്ട്. ആ യെല്ലോ ലിക്വിഡ് പോയതിന് ശേഷം, അതായത് മുറിച്ചിട്ട് കുറച്ച് നേരം നമ്മൾ വെക്കുക, അപ്പോൾ ആ ലിക്വിഡ് പോവും. എന്നിട്ട് അത് നന്നപോലെ വെള്ളത്തിൽ വാഷ് ചെയ്ത് എടുക്കണം കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ചീന്തി എടുത്തിട്ടാണ് എടുക്കുന്നത്. ഫുള്ളായിട്ട് വേണമെങ്കിൽ അരച്ചിട്ടും ചെയ്യാം, അതും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതിൻ്റെ ഈ ഒരു ജെല്ലി മാത്രം എടുക്കുന്നുള്ളൂ. ഇതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലെ ആവശ്യങ്ങൾക്കാണല്ലോ ഇത് ചെയ്യുന്നത്. അതല്ല സെയിലൊക്കെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എക്സ്ട്രാക്റ്റൊക്കെ കിട്ടും, അതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഈ അലോവേരയുടെ എല്ലാത്തിൻ്റെ എക്സ്ട്രാക്റ്റ് കിട്ടും. അതാവുമ്പോൾ നല്ല സോപ്പ് കുറേ നാൾ നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നല്ല കട്ടയ്ക്കൊക്കെ അല്ലേ കിട്ടുന്നത്, കുറേ നാൾ അത് ഈട് നിൽക്കാനൊക്കെ അതായിരിക്കും നല്ലത്. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചില എന്നാലും ഒരു കടയിലൊക്കെ മേടിക്കുന്ന അത്രയൊന്നും ലാസ്റ്റ് ചെയ്യില്ല കേട്ടോ. അത് ഞാൻ മിക്സിയിലിട്ട് അരച്ചിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സോപ്പ് മോൾഡ്, സോപ്പിൻ്റെ ബേസ് ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ട് എടുക്കുന്നതാണ് നല്ലത്, കാരണം അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് മെൽട്ടായിട്ട് കിട്ടും. അത് ഞാൻ ഒരു അടിയിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വെച്ചിട്ട്, അതായത് അടിയിലൊരു പാത്രം വെച്ചിട്ട് മുകളിൽ ഒരു പാത്രത്തിൽ ഇതിട്ടിട്ട് അതിൻ്റെ ആവിയിൽ അത് ഡബിൾ ബോയിലായിട്ടാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആയി കിട്ടും കേട്ടോ. അങ്ങനെയാണ് നമ്മളിത് മെൽറ്റ് ചെയ്ത് എടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഇങ്ങനെ ഈ സോപ്പ് ബേസ് തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്കിപ്പോൾ നമ്മളെ പിയേഴ്സിൻ്റെ സോപ്പൊക്കെ എടുക്കാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തന്നെ, ഞങ്ങൾ വീടിൻ്റെ അടുത്ത് ചാവക്കാട് തന്നെ ഒരു കടയിൽ നിന്ന് മേടിച്ചതാണ്. ഇത് ഓൺലൈനിലൊക്കെ കിട്ടും കേട്ടോ, മീഷോയിലോ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലൊക്കെ കിട്ടും. അത് മെൽട്ടായതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ച് വെച്ചേക്കുന്ന അലോവേരയുടെ ഇതുണ്ടല്ലോ ജെല്ലി, ഇതിലോട്ട് ഒഴിച്ചിട്ടും നല്ലപോലെ മിക്സ് ചെയ്യണം. പെട്ടെന്ന് ചെയ്യണം, കാരണം ഇത് പെട്ടെന്ന് കട്ടായി എടുക്കും. ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ഞാൻ 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി, കാരണം വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് സോപ്പ് നന്നായി പതയൊക്കെ വരുള്ളൂ. അതിന് ശേഷം ഞാൻ പിന്നെ അടുത്തത് ഇതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ, കാരണം നല്ലപോലെ മിക്സ് ചെയ്താലാണ് അതിലേക്ക് പിടിക്കുള്ളൂ. അതുപോലെ തന്നെ പെട്ടെന്ന് ഇത് ചെയ്യണം. പിന്നെ നമുക്ക് ഇവിയോൻ്റെ ഗുളിക ഉണ്ടല്ലോ, നേരത്തെ വിറ്റാമിൻ ഇ ഗുളികയും ഇതിൽ പൊട്ടിച്ചൊഴിക്കണം. ഞാൻ ഒരെണ്ണം ഇടുന്നുള്ളൂ, നമുക്ക് ഒരെണ്ണമൊക്കെ മതി. ഇപ്പോൾ ഇതൊരു 3 സോപ്പൊക്കെ ഉണ്ടാക്കാനേ തികയുള്ളൂ, അപ്പോൾ ഒരെണ്ണമൊക്കെ മതി. കൂടുതലായിട്ടൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ നമുക്കിതിൻ്റെ എണ്ണമൊക്കെ കൂട്ടിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ കുറച്ചെടുത്താൽ മതി. പിന്നെ ഞാൻ ഈ സ്മെല്ലുണ്ടല്ലോ, ഇത് പിയേഴ്സിൻ്റെ സോപ്പിൻ്റെ സ്മെല്ലുള്ള ഫ്രാഗ്രൻസ് ആണ് കേട്ടോ, അപ്പോൾ അതാണ് ഞാൻ എടുത്തേക്കുന്നത്. ലെമണിൻ്റെയും കുറേയൊക്കെ ഫ്ലേവേഴ്സ് കിട്ടും, ഫ്രാഗ്രൻസ് കിട്ടും, അതൊക്കെ ഒഴിക്കാവുന്നുള്ളൂ. പിന്നെ ഇതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പച്ച ഫുഡ് കളർ ഇതിൽ ആഡ് ചെയ്തായിരുന്നു, പക്ഷെ അത് കട്ട ഫ്ലോപ്പായി പോയായിരുന്നു. കാരണം എന്താ വെച്ചാൽ അത് ഇത്തിരി ഒന്ന് കലക്കിയിട്ട് വേണമായിരുന്നു ഒഴിക്കാൻ. ഞാൻ അങ്ങനെ പൊടി ഇട്ടോടുകൂടി അവിടെ ഇവിടെയൊക്കെ ഇടയ്ക്കൊരു പച്ച കളർ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ ബേസ് സോപ്പിൻ്റെ മോൾഡിലോട്ട് ഈ പീച്ചിങ്ങയുടെ സാധനം ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ട്, അതായത് നുറുക്കി വെച്ചിട്ട് അതിലോട്ട് ഇങ്ങനെ സോപ്പിൻ്റെ ഈ ഒരു ലിക്വിഡ് ഇങ്ങനെ ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇത് മാക്സിമം ഒരു 4 മണിക്കൂറിനുള്ളിലൊക്കെ തന്നെ സെറ്റായി കിട്ടും കേട്ടോ, കാരണം അതിനധികം നേരമൊന്നും വേണ്ടത്. ഇപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്ന സോപ്പിൻ്റെ സ്മെല്ലും നല്ല പതയൊക്കെയുള്ള സോപ്പാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്യാം. ഇപ്പോൾ തുളസി സോപ്പോ അതൊക്കെ ചെയ്യാൻ പണ്ട് ശംഖുപുഷ്പത്തിൻ്റെ ഒരു സോപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 4 മണിക്കൂർ ഞാനിപ്പോൾ തലേ ദിവസമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഞാനിത് എടുത്തത്. അപ്പോൾ ഒരു കഴിഞ്ഞപ്പോൾ തന്നെ സെറ്റായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു ഫുഡ് കളറിൻ്റെ അത് ആ കട്ട പിടിച്ചു, പക്ഷെ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടത്. ഇതിലിങ്ങനെ സോപ്പായിട്ട് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്, ഒരു കളർ വന്നേക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതും ഈ മോൾഡ് നല്ല ഭംഗിയുണ്ട്, ഫ്ലവർ പോലെ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആനക്കയിൽ ട്രൈ ഒക്കെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കട്ടോ. വീട്ടിൽ തന്നെ നമുക്ക് അലോവേരയും തുളസിയും ആര്യവേപ്പിൻ്റെ ഒക്കെ ചെയ്യാവുന്നേ ഉള്ളൂ.